ആയിരം ആയിരം നന്ദി എൻ്റെ ഈശോയെ. എൻ്റെ ഈശോയെ എന്നെ കാത്തുരക്ഷിച്ച ഈശോയെ. ഈശോയ്ക്ക് എൻ്റെ ജീവിതം മുഴുവൻ സമർപ്പിക്കുന്നു ഈശോയെ. എൻ്റെ ഈശോയെ എൻ്റെ ജീവിതം കാത്ത ഈശോയെ, ഈശോയുടെ ജീവിതം ഞാൻ സമർപ്പിക്കുന്നു ഈശോയെ. യേശുവേ സ്തുതി, യേശുവേ നന്ദി. ഈശോയെ എൻ്റെ ജീവിതം അങ്ങയുടെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നു ഈശോയെ. എന്നെ രക്ഷിക്കണേ. എവിടെയാണ് വീട്? ആൻസി എന്നാണ് പേര്. കീഴ്പള്ളിയിലാണ് വീട്. എത്ര നാളെ ഇങ്ങനെ? 2.5 മാസമായിട്ട് നടുവേദനയായിട്ട് ആശുപത്രിയിൽ നിന്ന് എന്താ പറഞ്ഞത്? എഴുന്നേറ്റ് ഇരിക്കാനും നടക്കാനും നടന്നിട്ട് എത്ര നാളായി? ഒരാഴ്ചയുടെ കിടപ്പ് തന്നെയാണ്. കട്ടിലെ തന്നെയായിരുന്നു. ചേച്ചിമാരുടെ സഹായത്തോടു കൂടി ഇത്രയും ദൂരം കട്ടിലെ തന്നെയായിരുന്നു എല്ലാം നടത്തുന്നത്. ഇതാണ് എനിക്ക് നടക്കാൻ പറ്റുന്നത്. സ്വന്തമായിട്ട് നടക്കാൻ പറ്റൂലായിരുന്നു. കൈയടിച്ച് കർത്താവിനെ നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, 1.5 ആഴ്ചയായി അല്ലേ? തീരെ കിടപ്പായിരുന്നു. കട്ടിലിൽ തന്നെയായിരുന്നു എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? കർത്താവിനെ കരമടിച്ച് നമുക്ക് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, കർത്താവ് യെശയ്യാ 65:24 നമ്മൾ വായിക്കാണ്. പ്രാർത്ഥിച്ച് തീരും മുമ്പേ അവിടുന്ന് നമ്മെ കേൾക്കും, അവിടെ വിളിക്കും മുമ്പേ അവിടുന്ന് നമുക്ക് ഉത്തരം നൽകും. പ്രാർത്ഥിച്ച് തീരും മുമ്പേ അവിടുന്ന് നമ്മെ കേൾക്കും. ഹല്ലേലൂയ. വിളിക്കും മുമ്പേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരി ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് തീർന്നിട്ടില്ല, വിളിച്ച് തുടങ്ങിയിട്ടില്ല. അതിക്ക് മുമ്പ് തന്നെ കർത്താവ് സ്ട്രെച്ചറിൽ ആംബുലൻസിലാണ് കൊണ്ടുവന്നത് അല്ലേ? ആംബുലൻസിൽ കൊണ്ടുവന്ന സഹോദരി പള്ളിയുടെ അകത്തേക്ക് കയറിയിട്ടുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അച്ഛൻ നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ ഈശോ അൾത്താരയിൽ ഇരിക്കുന്നത്, അൾത്താരയിൽ വെറുതെ ഇരിക്കുന്നവനല്ല, നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന കർത്താവാണ് അൾത്താരയിൽ ഇരിക്കുന്നത്. അവിടുത്തെ നാമം നിങ്ങളെല്ലാവരും സഹോദരി വിളിച്ചു. നമ്മളെല്ലാവരും നമ്മുടെ പ്രാർത്ഥനകളും ഈശോയുടെ സാന്നിധ്യം അതാണ് എല്ലാറ്റിനും പ്രധാനമായിട്ടുള്ളത്. പിന്നെ നമ്മൾ നമ്മുടെ ചെറിയ വിശ്വാസം സഹോദരിക്ക് വേണ്ടി കരങ്ങൾ നീട്ടി പ്രാർത്ഥിച്ചു. കർത്താവ് തൊട്ട് സുഖപ്പെടുത്തി. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഹല്ലേലൂയ. ആശുപത്രിയിൽ എത്ര ദിവസം കിടന്നു? ഞാൻ വൈകിട്ടാണ് ആശുപത്രിയിൽ നിന്ന് വന്നത്. അപ്പോൾ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരുന്നു, ഫിക്സ് ചെയ്തായിരുന്നു ഡേറ്റൊക്കെ. ഇന്ന് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ആശുപത്രിയിലേക്കുള്ള പോക്കാണത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആശുപത്രിയിലേക്ക് പോകുന്ന പോക്കാണിത്. അത് ശരി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഈ പ്രഭാതത്തിൽ, ഈ സെപ്റ്റംബർ 21 ഈ പ്രഭാതത്തിൽ കർത്താവ് സഹോദരി സുഖപ്പെടാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല, ഓപ്പറേഷൻ നന്നായിട്ട് വിജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നതാണ്. ഹല്ലേലൂയ. ഒന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി, ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒന്ന് പരമാവധി വേഗത്തിൽ ഈശോയേന്ന് വിളിച്ച് പള്ളിയുടെ മുമ്പ് വരെ പോവുക, തിരിച്ചു വരിക. കൈയടിച്ച് ഈശോയേന്ന് വിളിച്ചോ, കൈയടിച്ച് ഈശോയേന്ന് വിളിച്ചു. കൈയടിച്ച് പരമാവധി ഓടാൻ പറ്റുമെന്ന് നോക്ക്. കൈയടിച്ച് ഈശോയേന്ന് വിളിച്ച് ഓടിപ്പോട്ടെ. എല്ലാവരും കരങ്ങൾ ഉയർത്തി കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ്. മനുഷ്യന് നമ്മുടെ കണ്ണുകൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണുകൾ ഭാഗ്യമുള്ള കണ്ണുകളാണ്. നമ്മുടെ കണ്ണുകൾ ഭാഗ്യമുള്ള കണ്ണുകളാണ്. കർത്താവ് പ്രവർത്തിക്കുന്നത് ഒന്ന് ഓടിയ നടന്നാൽ പോരാ, ഓടണം. അച്ഛന് നിങ്ങൾ ഓടുന്നത് കാണുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. കൈയടിച്ച് കർത്താവിന് ശക്തിയോടുകൂടി കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. കർത്താവ് പ്രവർത്തിക്കുന്നത് ശക്തിയിൽ. ഓടിക്കും, 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 ഓടിക്കും. യേശുവേ സ്തോത്രം. കർത്താവിനെ കൈയടിച്ച്. പ്രൈസ് ദി ലോർഡ്. അപ്പം ഇനി ആ സ്ട്രെച്ചർ എവിടെ നിന്നാണ് കൊണ്ടുവന്നത്? അങ്ങോട്ട് ആംബുലൻസ് ഒക്കെ പറഞ്ഞു വിട്ടേക്ക്.
ആശുപത്രിയിലൊന്നും പോകണ്ട, ഇവിടെ ഇരിക്കും ഒരു 10 മണിക്കൂർ കേട്ടോ. എന്നിട്ട് ഒരു 50 വ്യാഴാഴ്ച പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ തീരുമാനിക്കും. ഒരു 500 പേരെ ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ തീരുമാനിക്കും. ജീവിതം കർത്താവിന് വേണ്ടി. എത്ര വ്യാഴാഴ്ച ഇവിടെ വന്നിട്ടുണ്ട്? വന്നിട്ടുണ്ട്. ഓക്കെ, ശരി. കർത്താവിന് സ്തുതി. പ്രൈസ്. അവിടെ ഇരുന്നു, കസേരയിലിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സഹോദരിയുടെ വിശ്വാസം മാത്രമല്ല, ഇന്നിപ്പോൾ ആശുപത്രിയിലേക്ക് ഓപ്പറേഷന് വേണ്ടി കൊണ്ടുപോകുമ്പോൾ പള്ളിയിൽ കൊണ്ടുവരാമെന്ന് ചിന്തിച്ച ആ കുടുംബാംഗങ്ങളുടെ വിശ്വാസം കൂടെ ഈശോ അങ്ങനെയാണ് പറയുന്നത്. തളർവാദ രോഗിയെ എടുത്തുകൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ട് ഈശോ ആ തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയതുപോലെ നമുക്ക് കർത്താവ് ഇന്ന് ഒരു വലിയ കൃപ തന്നിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ സഹോദരി മാത്രമല്ല, പല രോഗപീഠകളിലൂടെ ഇവിടെ കിടക്കുന്നവരൊക്കെ ഉണ്ട്. പല രോഗപീഠകളിൽ ക്യാൻസർ രോഗത്തിന് ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നവരും ഒക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് കർത്താവിന് നന്ദി പറയാം. നമ്മുടെ ജീവിതത്തിൽ മനുഷ്യന് അസാധ്യമെന്ന് തോന്നുന്ന ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. മനുഷ്യന് അസാധ്യമെന്ന് തോന്നുന്നത്, എനിക്ക് കൂട്ടിയാൽ കൂടില്ല എന്ന് തോന്നുന്നത് ശരിയാണ്. നമ്മൾ കൂട്ടിയാൽ കൂടാത്ത ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്.